ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഫോറക്സ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിനി സീരീസ് ആണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാം, എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാം, ഏതാണ് ബെസ്റ്റ് സെറ്റപ്പുകൾ, റിപ്പീറ്റഡ് പാറ്റേൺസ് ആൻഡ് ഓഫ് കോഴ്സ് ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോറക്സിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ലീഗൽ ആണോ അതോ ഇല്ലീഗൽ ആണോ എന്നത്. റൈറ്റ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ലീഗലായിട്ട് ഫോറക്സ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, INR പേഴ്സിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ USD INR, യൂറോ INR, ഈ പറയുന്ന INR കറൻസി പേഴ്സിൽ ട്രേഡ് ചെയ്യാം. ഇത് ആക്ച്വലി 100% ലീഗലാണ്. സെബി റെഗുലേറ്റഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ നോർമൽ ബ്രോക്കേഴ്സ് ആയ സെറോദ, ഫയേഴ്സ്, ധനിലൊക്കെ പോയിട്ട് നമുക്ക് INR പേരിൽ ട്രേഡ് ചെയ്യാം. ഇതാണ് ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം എന്താണ്, അതിനെപ്പറ്റി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്ലോബൽ ഫോറക്സ് ബ്രോക്കേഴ്സിൽ ഡയറക്റ്റ് നമ്മുടെ ക്യാഷ് യൂസ് ചെയ്ത് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ ബ്രോക്കേഴ്സ് ആയ XNS, ദെൻ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, IG മാർക്കറ്റ്, അങ്ങനെ എക്സെട്ര എക്സെട്ര. ഇതിൽ നമ്മളുടെ എമൗണ്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ RBIയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതിൽ ബാൻ ചെയ്തിരിക്കുന്ന ബ്രോക്കേഴ്സിൻ്റെ ലിസ്റ്റ് ഒരുപാട് പേരുകളുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാരണം RBI കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ദെൻ ഫിമയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് കാണാം. ഇന്ത്യയിൽ നിന്ന് ഫോറിൻ കറൻസി, ഫോറിൻ ബ്രോക്കേഴ്സിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ അലൗഡ് അല്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ഒരു ഗ്രേ സോൺ ആണ്. ഗ്രേ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഗലായിട്ടുള്ള കാര്യമാണ്. ഗ്രേ സോണിൽ ലീഗലാണ്, പക്ഷേ അത് റെഗുലേറ്റഡ് അല്ല. റെഗുലേറ്റഡ് അല്ല മീൻസ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ ഇവിടെ ഗ്രേ സോണിൽ എസ്പെഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പ് ഫേംസ് അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ആണ്. അല്ലെ, നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പം ഇത് ആക്ച്വലി ലീഗലാണ്, പക്ഷേ ഇത് റെഗുലേറ്റഡ് അല്ല. അതായത് നാളെ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഫണ്ടഡ് ഫേംസ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോവൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് ആരോടും നമുക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത് ലീഗലാണ്. ഫണ്ടഡ് ഫേംസിനെ പറ്റി ഞാൻ കുറച്ചുകൂടി ഡിലേറ്റ് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് റിസ്ക് എപ്പോഴും ലിമിറ്റഡ് ആണ്. നമ്മുടെ ക്യാപിറ്റൽ ഒരിക്കലും ഫണ്ടഡ് ഫേംസിൽ റിസ്ക് ഇല്ല. റിസ്ക് ഉണ്ട്, വലിയ റിസ്ക് ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അത് നമ്മുടെ പ്രോപ്പ് ഫേംസ് അല്ലെങ്കിൽ ഫണ്ടഡ് ഫേംസിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ആക്ച്വലി ആ ഫണ്ടഡ് ഫേംസിൽ നടക്കുന്നതെന്ന് പറയാം. ഓക്കെ. അതായത് പ്രോപ്പ് ഫേംസ് അല്ലെങ്കിൽ ഫണ്ടഡ് ഫേംസ്, നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫണ്ടഡ് ഫേംസിനെ പറ്റി നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സ് നമുക്ക് പേരുകൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്ന കാര്യങ്ങൾ. റൈറ്റ്. അപ്പോൾ ഇത് ആക്ച്വലി ബെനിഫിറ്റ് ആകുന്നത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇത് വളരെ ബെനിഫിറ്റ് ആണ്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഫേംസിൻ്റെ പേരെടുക്കുന്നതാണ് ഫണ്ടിങ് ടിപ്സ്. മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ഫേമാണ്. അപ്പോൾ നിങ്ങൾ ഫേമിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെറിയൊരു എമൗണ്ട് പേ ചെയ്തിട്ട് ഒരു ഡെമോ അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. അതിന് നമുക്ക് ഇവാലുവേഷൻ സ്റ്റേജ് എന്ന് പറയും. അവിടെ നിങ്ങൾ ഒരു അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4,000, 5,000, 9,000 അങ്ങനെ ഡിഫറെൻറ്റ് സൈസുള്ളത്. ഏറ്റവും ബേസ് നോക്കുകയാണെങ്കിൽ ഒരു $5,000 ഒരു അക്കൗണ്ട്, ഒരു ട്രേഡിംഗ് ഡെമോ അക്കൗണ്ട് നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞിട്ട് അവരുടെ കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവും. ഇത്ര പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യണം, ഈ ഒരു ലോസിനുള്ളിൽ തന്നെ ഒതുക്കണം, ഇങ്ങനെയുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ഒരു റൂൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അക്കൗണ്ട് പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ട്രേഡിംഗ് അക്കൗണ്ട് തരും. അവർ പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്, ബട്ട് ആക്ച്വലി അത് റിയൽ അക്കൗണ്ട് ഒന്നുമല്ല, അതും സ്റ്റിൽ ഡെമോ അക്കൗണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് തരും. റൈറ്റ്. ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും, $5,000 തന്നെ ആയിരിക്കാം. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾ നെക്സ്റ്റ് 1-2 വീക്സിൽ നിങ്ങൾ എന്താണ് ഒരു $200 പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഒരു $200 പ്രോഫിറ്റ് ഉണ്ടാക്കി. ആൻഡ് ആ ഒരു $200 നിങ്ങളുടേതാണ്. അതിൽ ആ പറയുന്ന ഫണ്ടഡ് ഫേംസ് ചെറിയൊരു കമ്മീഷൻ, നോർമലി 20% കമ്മീഷൻസ് ഇടും. അതായത് ബാക്കിയുള്ള ഒരു $160 നിങ്ങൾക്ക്
നിങ്ങളുടെ എമൗണ്ട് ആണ് അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഫണ്ടഡ് ഫേംസിൻ്റെ ഒരു ഓപ്പറേഷൻ, റൈറ്റ്? ഇങ്ങനെയാണ് ഫണ്ടഡ് ഫേംസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫണ്ടഡ് ഫേംസ് അവൈലബിൾ ആണ്. ഓരോ ഫണ്ടഡ് ഫേംസിനും ഡിഫറെൻറ്റ് റൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മൾ മാക്സിമം ഒരു 4000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 4000, 5000, 10,000 ഇത് ഈ രീതിയിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ടോട്ടൽ റിസ്ക്. അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1,00,000 റുപ്പീസ് ഉണ്ട്, നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എൻ്റയർ ക്യാപിറ്റൽ എത്രയാണ് ഡിപ്ലോട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റയർ ക്യാപിറ്റൽ റിസ്ക് ആണ്. ചിലപ്പോൾ നിങ്ങൾ 1-2 ദിവസം കൊണ്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും പഠിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ക്യാഷ് നഷ്ടപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസ് പെയിൻ മാത്രമേ എനിക്ക് തിരിച്ചു കിട്ടൂ. ഒന്നും പഠിക്കാൻ സാധ്യത കുറവാണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഫണ്ടഡ് ഫേംസിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ലിമിറ്റഡ് റിസ്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അതായത് ഡിസിപ്ലിൻ, ഇമോഷണൽ കൺട്രോൾ, റൈറ്റ്, ടെക്നിക്കൽ അനാലിസിസ്, സെറ്റപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈമിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് വിഡ്രോ ചെയ്യാനും വേണ്ടി പറ്റും. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്രിപ്റ്റോ കറൻസി ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ വിഡ്രോവൽ ചെയ്യാം. അത് നിങ്ങൾക്ക് പിന്നീട് INR കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ടാക്സ് ITR ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതൊരു CA കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എന്താണ് അതർ ഇൻകം അല്ലെങ്കിൽ ഫ്രീലാൻസ് ഇൻകത്തിൽ അവർ ആഡ് ചെയ്തു തന്നു. പിന്നെ രണ്ടാമത്തെ ഓപ്ഷന് പല പ്ലാറ്റ്ഫോംസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഡയറക്റ്റ് INR നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് ആക്ച്വലി കുറച്ച് റിസ്ക്കിയാണ്, കാരണം അവർ ഈ പറയുന്ന തേർഡ് പാർട്ടീസ് ത്രൂ ഒക്കെ ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. അത് കുറച്ച് റിസ്ക്കിയാണ്. ബട്ട് സ്റ്റിൽ ക്രിപ്റ്റോ കുറച്ചുകൂടി ബെറ്റർ ആണ്. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ P2P ട്രാൻസാക്ഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ പേഴ്സണലി ക്രിപ്റ്റോ ത്രൂ ആണ് എൻ്റെ വിഡ്രോവലൊക്കെ നടത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് കറൻസി പേഴ്സിൽ USD INR EUR INR നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ കൊമോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാം. പിന്നെ ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ട്രേഡിംഗ് ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പം ഈ മാർക്കറ്റൊക്കെ 24 അവർ റണ്ണിങ്ങിലാണ്. സോ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റിൽ ഈവനിങ്ങിൽ നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഫണ്ടഡ് അക്കൗണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഗ്രേ സോൺ ആണ്, ബട്ട് സ്റ്റിൽ ഇത് ലീഗലാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സ്കില്ല് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ പിന്നെ ഇതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ. സോ ഇനി വരുന്ന എപ്പിസോഡിൽ എങ്ങനെ ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അതിൻ്റെ റൂൾസ്, ദെൻ ടെക്നിക്കൽ അനാലിസിസ്, ലൈവ് ട്രേഡ്സ്, ഇതൊക്കെ നമുക്ക് ഈവൻ വിഡ്രോവൽ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. സോ സ്റ്റേ ട്യൂൺഡ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ.